എന്തും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരാളാണ്. നാണം കെട്ട് നിൽക്കുകയാണ്. 41,40,00,000 രൂപ കള്ളപ്പണം കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പോലീസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് ED കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന ആ കേസിലെ പ്രതിയാകേണ്ട ആളാണ്. പിണറായി വിജയനെ സ്വാധീനിച്ച് ആ കേസിലെ സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളാണ്. പിണറായി വിജയൻ്റെ കാല് പിടിച്ച് ആ കേസിൽ നിന്ന് വിടുതൽ നേടി നിൽക്കുന്ന ആളാണ്. CPM ബാന്ധവമാണ്. രാവിലെ തൊട്ട് വർഗീയതയുടെ വിഷം മാത്രം തുറന്ന തുപ്പുന്ന ഒരാൾക്ക് ഞാനെന്തിനാ മറുപടി പറയണത്? കോൺഗ്രസ് അത്തരം കാര്യങ്ങളിലുള്ള നിലപാട് സമയാസമയങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും രാവിലെ നേരം വെളുത്തിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഇതുപോലത്തെ തുറന്നാൽ വിഷം മാത്രം പറയുന്ന വർഗീയ വിദ്വേഷം മാത്രം പുറപ്പെടുവിക്കുന്ന ആളുകൾക്ക് മറുപടി പറയാം. നമുക്ക് നേരമില്ല, ഞങ്ങൾക്ക് അതിന് മറുപടി പറയാം. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്ത്? ആ പാർട്ടിയിലെ സ്ഥിതി എന്ത്? കള്ളപ്പണമാണ്, മുഴുവൻ കള്ളപ്പണമാണ്. ഇതൊക്കെ എവിടെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ മതി. ആൻറ്റി നാഷണൽ ആക്ടിവിറ്റീസാണ്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് BJPയുടെ സംസ്ഥാന നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹവാല പണവും കള്ളപ്പണവും ഉൾപ്പെടെയുള്ള ഇടപാടുകളാണ്. ഇവർക്കൊന്നും ഒരു സാമ്പത്തിക നിവൃത്തിയും ഇല്ലാതിരുന്ന ആളുകളെല്ലാം നേരം ഇരുണ്ടു വെളുക്കുന്നതിന് മുമ്പ് സമ്പന്നരായി മാറിയതിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. പാർട്ടി ആഫീസുകളിൽ കോടിക്കണക്കിന് രൂപ ഒളിപ്പിച്ചു വച്ചതിൻ്റെ രഹസ്യങ്ങളാണ്. അത് പാർട്ടിക്കാർക്ക് പോലും കൊടുക്കാതെ അത് കൊണ്ടുപോയതിൻ്റെ രഹസ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇയാൾ ജയിലിൽ പോകേണ്ട ആളാണ്. ഇവിടെ വന്നിരുന്ന് നമ്മളോട് ചോദ്യം ചോദിക്കണം. ജയിലിൽ പോകേണ്ട ആളല്ലേ? 2021 ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇപ്പോൾ കേന്ദ്രത്തിൽ സ്വാധീനമുള്ളതുകൊണ്ട് ED അന്വേഷിക്കുന്നില്ല. വേറെ വല്ലവർക്കെതിരായിട്ടാണ് ഇതുപോലൊരു അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ED റെയ്ഡും ED അറസ്റ്റും ആയില്ലേ? 41,40,00,000 രൂപ കള്ളപ്പണം ഇയാൾ വാങ്ങിച്ചു എന്ന് കള്ളപ്പണം കൊണ്ടുവന്നയാൾ മൊഴി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ? ജയിലിൽ കിടക്കേണ്ട ആളാണ്. എന്നിട്ട് വന്നിട്ട് രാവിലെ ഞങ്ങളോട് ചോദ്യം ചോദിക്കുക. CPM സഹായമുള്ളതുകൊണ്ടാണ് ജയിലിൽ പോകാതെ പുറത്ത് നിൽക്കുന്നത്.